പ്രിയപ്പെട്ട കഥാകാരൻ എം മുകുന്ദന്, നമ്മുടെ മുകുന്ദൻ മാഷിന് ഇന്ന് ജന്മദിനമാണ്. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരാൻ അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് ഒന്ന് ഫോൺ വിളിച്ച് സ്വാതന്ത്ര്യം കാണിച്ചിരിക്കുകയാണ്. മാഷേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീകണ്ഠനാരായണ മാഷേ. അപ്പോൾ മാഷിന്റെ ജന്മദിനത്തിന് ഒരു ആശംസ നേരണമെന്ന് എനിക്കങ്ങ് തോന്നി രാവിലെ. നല്ല കാര്യമാണോ എന്ന് വിചാരിച്ചേ. നല്ല കാര്യം വിളിച്ചാൽ പലപ്പോഴും ഈ എല്ലാ കൊല്ലവും ഇങ്ങനെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോലെ ഇത്തവണ ഓർമ്മിച്ചോ മാഷ്? ഇത്തവണ ഓർമ്മിച്ചു. കാരണം 82 ഓ, 82 കടന്നു. പ്രായം മാഷിനെ തളർത്താറില്ലല്ലോ അല്ലേ? പ്രായം എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് MT പറഞ്ഞതാണ്, ഈ മനസ്സിനോടൊപ്പം ശരീരം ഓടുന്നില്ല എന്ന്. നമ്മൾ ഓടാത്ത അവസ്ഥയുണ്ടോ? ഇല്ല, തുടങ്ങുന്ന പോലെ ഉണ്ട്. ചെറിയ നടുവേദനയും മാഷ് മയ്യഴിയിലാണോ ഉള്ളത് ഇപ്പോ? ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇന്നത്തെ ജന്മദിനത്തിന് പ്രത്യേകിച്ച് ആഘോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ പതുപോലെ കടന്നു പോകുമോ? ഇല്ല, ആഘോഷമൊന്നുമില്ല. ഭാര്യ ചിലപ്പോ ഒരു പായസമൊക്കെ വെക്കും. ഓക്കെ, എന്തായാലും മാഷ് വളരെ ആരോഗ്യവാനായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മാത്രമല്ല മാഷിന്റെ നാവിന്റെ ശക്തിയൊക്കെ ഇനിയും കേരളത്തിന് വേണം, എഴുത്തിന്റെ ശക്തി പോലെ തന്നെ. ഓക്കെ, രണ്ടും വേണം പക്ഷേ. കാര്യം മാഷ് പറഞ്ഞ ചില പ്രസ്താവനകളൊക്കെ ഇപ്പോഴും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും അലയടിച്ച് നിൽപ്പുണ്ട്. ചിലപ്പോഴൊക്കെ മാഷ് യാഥാർത്ഥ്യം പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടല്ലോ, അക്കാഡമിക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും. അപ്പൊ അതൊക്കെ മാധ്യമ ലോകവും ജനങ്ങളും കണ്ടിട്ടുണ്ട്. എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ കൂടെ നടക്കുക, അതേ സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും ഇടർച്ചകൾ പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കത്തില്ല. അതല്ലേ രണ്ടേര് ഞാൻ ഇത്രയും കാലമായിട്ട് തന്നെ ആ ഒരു രീതിയെ സ്വീകരിക്കുക. ഇടതുപക്ഷത്തിനോട് നടക്കും, എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഇട്ട്. പക്ഷെ എവിടെയെങ്കിലും അവർക്കൊരു ഇടർച്ച പറ്റുകയാണെങ്കിൽ നിശബ്ദനാകരുത്, പറയണം. അതെ, അതാണ് നിലപാട് അല്ലേ മാഷേ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തത്. പക്ഷെ അതിൽ ഞാൻ ചോദിക്കുന്ന മാഷേ, ഇപ്പൊ മാഷിന് ഇതിന്റെ ഉയരങ്ങളിലുള്ള ആളുകളെയും ഈ നിലപാട് സ്വീകരിക്കുന്നവരെയൊക്കെ അറിയാമല്ലോ. എപ്പോഴെങ്കിലും വ്യക്തിപരമായി അവരോട് പറയാറുണ്ടോ? കാരണം ഈ അസ്വാസ്ഥ്യമുള്ള ഒരുപാട് ഇടതുപക്ഷ സഹയാത്രികർ ഇപ്പൊ കേരളത്തിലുണ്ട്. മാഷ് നിലപാടുകൾ അവരോട് വ്യക്തിപരമായി വ്യക്തമാക്കാറുണ്ടോ? ഇല്ല, മാത്രമല്ല ചിലരെന്നോട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയധികം പ്രശസ്തിയുണ്ട്, ഒരുപാട് വായനക്കാരുണ്ട്, എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പോലും തരുന്നവരുണ്ട്. അത് സൂക്ഷ്മമാരാ പക്ഷേ അതൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങേപ്പോലെ ഒരാൾ ഒരു അഭിപ്രായം, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു 1000 പേര് പറയുന്നത് തുല്യമായിരിക്കും. അല്ല, നമ്മുടെ ഒരു വിശ്വാസ്യത സൂക്ഷിക്കണം എഴുത്തുകാരൻ. അല്ലെങ്കിൽ എന്താണല്ലേ നമ്മള് പിന്നെ ഒരു നിലപാടെടുക്കുക. അല്ല, ആ നിലപാടെടുത്ത് പിന്നെ പ്രത്യേകിച്ചില്ല, നമ്മുടെ നാട് എഴുത്തുകാരെ ആദരിക്കുന്ന ഒരു നാടാണ്, എഴുത്തുകാരുടെ ശബ്ദത്തിന് ആദരിക്കുന്ന ഒരു നാടാണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ദീർഘകാലം ഡൽഹിയിൽ ജീവിച്ച ആളല്ലേ, അവിടെ നിന്ന് ആരാ എഴുത്തുകാരനെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എഴുത്തുകാരന് പറഞ്ഞു കഴിഞ്ഞാൽ അലകൾ എല്ലായിടത്തും ഉണ്ടാകും. മാത്രമല്ല എഴുത്തുകാരന് കിട്ടുന്ന ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ. ഇപ്പൊ ഡൽഹിയിലേക്ക് അവിടുത്തെ ഏറ്റവും വലിയ എഴുത്തുകാർ, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരന് ഇവിടെയും പോയി സംസാരിച്ചാൽ അതൊരു വാർത്തയായിട്ട് വരില്ല പത്രത്തിലൊന്നും. ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയുള്ള, ജാഗ്രതയുള്ള സമൂഹം. അതുകൊണ്ട് എഴുത്തുകാർ അവരോട് സംവദിക്കണം. പക്ഷേ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മാഷിന്റെ വായിൽ നിന്ന് ഒരു കാര്യം അറിയണമെന്ന്, ഈ ജന്മദിനത്തിൽ തന്നെ 2026 ആര് മുഖ്യമന്ത്രിയാകണമെന്ന മാഷിന്റെ ആഗ്രഹം? അവരുടെ എന്റെ ജന്മദിനത്തിലായിരുന്നു വേണ്ടത്, നമുക്ക് വേറെ ദിവസം പറയാം. ഓക്കെ, പക്ഷെ എന്തായാലും മാഷിന്റെ ഡൽഹി വാസവും മാഷിന്റെ അത് പിന്നെ വിവാദമായി പോകും. അതെ അതെ അതെ, മാഷിന്റെ ഡൽഹി വാസവും അതേപോലെ മാഷിന്റെ വീട്ടിൽ ഞാൻ വന്നതും ഒക്കെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. എന്തായാലും മാഷ് ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ ആശംസകളും. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മുകുന്ദൻ മാഷ്. താങ്ക് യു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം മുകുന്ദനായിരുന്നു ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഒരു മലയാളത്തിലെ ആധുനികതയുടെ വിപ്ലവം കൊണ്ടുവന്ന 3 പേരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. കാക്കനാടനും മുകുന്ദനും OV വിജയനും ചേർന്നായിരുന്നു സാഹിത്യത്തിൽ വലിയൊരു വിപ്ലവം അഴിച്ചുവിട്ടത്. ഒരുപക്ഷെ അത് സാഹിത്യത്തിൽ ഉണ്ടാക്കിയ പുതിയൊരു ലോകം എന്ന് പറയുന്നത്, KP അപ്പൻ സാറൊക്കെ അതിനെക്കുറിച്ച് വളരെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എം മുകുന്ദൻ്റെയൊക്കെ ഭാഷയിലുണ്ടായ സൗന്ദര്യാത്മക പരിണാമമൊക്കെ തന്നെ തലമുറകൾ വിലയിരുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, ഡൽഹി 81 എന്ന് പറയുന്നൊരു കഥ എം മുകുന്ദൻ എഴുതിയിട്ടുണ്ട്. ആ കഥയിൽ പറയുന്നത് ഒരു ബലാത്കാരം കണ്ടു നിൽക്കുന്ന ഒരാളിൻ്റെ കഥയാണ് ഡൽഹി 81 എന്ന് പറയുന്നത്. ഈ പുതിയ കാലത്തും ഇദ്ദേഹത്തിൻ്റെ കഥ എത്രമാത്രം പ്രസക്തമാണ് എന്നൊരു കാണി സംസ്കാരത്തിലേക്ക് മലയാളി നടന്നു നീങ്ങുമ്പോൾ എം മുകുന്ദൻ എഴുതിയതൊക്കെ അർത്ഥവത്തായി നമ്മുടെ മുന്നിൽ വന്ന് ഭവിക്കുന്നു. ഒരിക്കൽ കൂടി എം മുകുന്ദൻ എന്ന സർഗധനായ എഴുത്തുകാരന് 24-ൻ്റെ ജന്മദിന ആശംസകൾ.